എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടക്കിൾ ഫ്രെയിമുകളും ഒഫ്താൽമെറ്റ് ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു. കാഴ്ചയുടെ പൊരുളറിഞ്ഞ പാരമ്പര്യം. കുന്നിക്കൽ ഒപ്റ്റിക്കൽസ്, എരമല്ലൂർ. പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും ഗ്രൂപ്പിന്റെ രണ്ടാമത് ഗ്രൂപ്പ് മീറ്റ് നടന്നു. പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും ഗ്രൂപ്പിന്റെ രണ്ടാമത് ഗ്രൂപ്പ് മീറ്റ് ഹോട്ടൽ അബാദിൽ നടന്നു. രാവിലെ 10 മണിക്ക് ആരംഭിച്ച ഗ്രൂപ്പ് മീറ്റ് ഗ്രൂപ്പ് അംഗവും പ്രശസ്ത സീഫുഡ് എക്സ്പോർട്ടറുമായ ജഗന്നിവാസൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ഗ്രൂപ്പിന് അഡ്മിൻസായ ചലച്ചിത്ര തിരക്കഥാകൃത്തും സംവിധായകനുമായ റഫീഖ് സിലാറ്റ്, എച്ച് ഹാരിസെറ്റ്, മുഹമ്മദ് കെറ്റി, രത്തൻ ബാബു നാരായണൻ, സീതാജി സിംഗ്, ശ്രീജ ജ്ഞാനശേഖരൻ, കലാ സാംസ്കാരിക പ്രവർത്തകരും ഗ്രൂപ്പ് അംഗങ്ങളുമായ സലീം ഷുക്കൂർ, ഗോപനുണ്ണി മേനോൻ, തത്വമസി ചെയർമാനുമായ ടി.ജി. വിജയകുമാർ തുടങ്ങിയവർ പ്രഭാഷണങ്ങൾ നടത്തി. ഗ്രൂപ്പ് മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും നിർവഹിച്ചു. ഗ്രൂപ്പ് അംഗങ്ങളുടെ കലാപ്രകടനങ്ങളും അരങ്ങേറി. ഹാസ്യവേദി പ്രസിഡന്റ് വിജയൻ ന്യൂസ് പ്രിന്റ് നഗറിന്റെ നേതൃത്വത്തിലുള്ള അറിവരംഗ് എന്ന പരിപാടിയും അരങ്ങേറി. വൈകിട്ട് 3:30 മണിക്ക് ആദരിക്കൽ ചടങ്ങും പുസ്തക പ്രകാശനവും നടന്നു. പ്രശസ്ത നോവലിസ്റ്റും ചലച്ചിത്ര എഴുത്തുകാരനും സംവിധായകനുമായ സിദ്ദീഖ് ഷമീർ ഉദ്ഘാടനം ചെയ്തു. ഒരു നഷ്ടബോധം ഉണ്ടാക്കുമായിരുന്നു. ഇത്രയും സമ്പന്നമായ ഒരു സദസ്സ്, അതുപോലെ തന്നെ പ്രഗത്ഭരുടെ ഒരു വേദി, ഇതൊക്കെ നമുക്ക് എപ്പോഴും കിട്ടുന്നതല്ല. അപ്പം അതുകൊണ്ട് അത് പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും അത് പറയുന്ന പൊട്ടത്തരങ്ങളെന്നാണോ? അപ്പോൾ പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും ഇതിൻ്റെ 2ാം വാർഷികമാണ്. അതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അതിന് തുടർന്ന് അത് മുന്നോട്ട് പോകട്ടെ. ഇത് കുറച്ചും കൂടി വിപുലമായിട്ട്. തുടർന്ന് 2023 ഏറ്റവും മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനുള്ള സംസ്ഥാന സർക്കാരിന്റെ ഫിലിം അവാർഡിന് അർഹയായ സുമംഗല സുനിലിനെ പ്രശസ്ത ചലച്ചിത്ര താരവും എഴുത്തുകാരനും സംവിധായകനുമായ ആദം അയ്യൂബ് ഷോളണിയിച്ച് ആദരിച്ചു. അബാദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടർ റിയാസ് അഹമ്മദ് സെറ്റ് മെമന്റോ നൽകി ആദരിച്ചു. ഇത്രയും പ്രതിഭാശാലികളായിട്ടുള്ള ആളുകളുണ്ടെന്നുള്ളത്, അതും എൻ്റെ നാടായ കൊച്ചിയിൽ, വളരെ സന്തോഷമുണ്ട് നിങ്ങളൊക്കെ കാണുന്നതിൽ. ഇന്ന് രാവിലെ ഒരു ലൈബ്രറിയുടെ ഫ്ലാഗ് ഹോയിസ്റ്റിംഗ് ചടങ്ങിന് പോയിരുന്നു. അവിടെ നമ്മുടെ ഭരണഘടനയെക്കുറിച്ചും ഭരണഘടന നേരിടുന്ന വെല്ലുവിളിയെക്കുറിച്ചൊക്കെ സംസാരിച്ചു. അത് കഴിഞ്ഞ് ഫോർട്ട് കൊച്ചിയിൽ തനിമ കലാസാഹിത്യവേദി സംഘടിപ്പിക്കുന്ന ഒരു ഗ്രാഫിറ്റി പരിശീലന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര മേഖലയിൽ 50 വർഷം പൂർത്തിയാക്കിയ നടനും മോഡലുമായ നാസർ ലത്തീഫിനെ ചലച്ചിത്ര സംവിധായകൻ പൊന്നാട അണിയിച്ചും ചലച്ചിത്ര എഴുത്തുകാരനായ ശ്രീകുമാർ അരുക്കുറ്റി മെമന്റോയും നൽകി ആദരിച്ചു. ഗ്രൂപ്പ് അംഗവും പൊതുമരാമത്ത് വകുപ്പിലെ റിട്ടയർഡ് എഞ്ചിനീയറുമായ എച്ച് ഹാരിസ് രചിച്ച മധുരസ്മൃതി എന്ന പുസ്തകത്തിന്റെ പ്രകാശനം പ്രശസ്ത നോവലിസ്റ്റും ചലച്ചിത്ര എഴുത്തുകാരനുമായ ബാറ്റൻ ബോസും പ്രകാശനം ചെയ്തു. പ്രശസ്ത നോവലിസ്റ്റും ചലച്ചിത്ര എഴുത്തുകാരനും സംവിധായകനുമായ സിദ്ദീഖ് ഷമീർ പുസ്തകം ഏറ്റുവാങ്ങി. സലീം ഷുക്കൂർ, എൻ.കെ.എം. ഷെരീഫ്, സമദ് മനേപ്പള്ളി, ഷെരീഫ് കൊച്ചി, വിജയൻ ന്യൂസ് പ്രിന്റ് നഗർ, കെ. ഹുസൈൻ എന്നിവർ സംസാരിച്ചു. മരണം എന്ന് പറയുന്ന ആ നിത്യസത്യത്തെ നമുക്ക് അംഗീകരിച്ചുകൊണ്ട് ബാക്കി ജീവിതം സന്തോഷകരമാക്കുക എന്നുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്ന ആദർശം. നമ്മുടെ ജീവിതത്തിൽ സന്തോഷങ്ങളുണ്ടെങ്കിൽ ജീവിതം മുമ്പോട്ട് പോകും. സങ്കടങ്ങളും ആദികളും നടന്നതാണെങ്കിൽ അത് ഭയാനകമായിരിക്കും. അതുകൊണ്ട് ഈ പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും പറഞ്ഞ ഗ്രൂപ്പ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് സന്തോഷത്തിൻ്റെ ഗ്രൂപ്പുകൾ ഉണ്ടാവണം. അവിടെയൊക്കെ ഒരുപാട് തമാശകൾ ഉണ്ടാവണം. ഗ്രൂപ്പ് മോഡറേറ്റർ ഉപേന്ദ്രനാഥ് കളത്തിലിൽ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.